ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16-ാം തീയതി നടപ്പാക്കുമെന്ന് റിപ്പോർട്ട് വരുന്നു. ജയിൽ അധികൃതർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം കിട്ടിയതായി യമനിലെ ചർച്ചകൾക്ക് മാധ്യസ്ഥം വഹിക്കുന്ന സാമുവൽ ജെറോം പറയുന്നു. ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് സാമുവൽ ജെറോം 24-നോട് പറഞ്ഞു. It is not verdict. Verdicts are all finished long time ago. This is the letter of execution. The public prosecutor office has issued a letter to the jail authorities to carry out the execution on 16th July. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ശരിക്കും ഈ ദയാധനം കുറച്ചവർ പിരിച്ചെടുത്തിരുന്നു. എന്നാൽ കൂടുതൽ ധനം എത്തിച്ചാൽ അവർക്ക് ഈ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? SKN നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ ഇപ്പോഴും തുറന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന സാമുവൽ ജെറോം അറിയിക്കുന്നത്. വധശിക്ഷയുടെ തീയതി നിശ്ചയിച്ചിരിക്കുന്നു. പ്രോസിക്യൂട്ടർ ഇതുമായി ബന്ധപ്പെട്ട് ജയിൽ അധികൃതർക്ക് ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എങ്കിൽ പോലും ഈ കൊല്ലപ്പെട്ട യമനി പൗരൻ തലാലിൻ്റെ കുടുംബവുമായി സാമുവൽ ജെറോം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അവർക്ക് മുന്നിൽ ഈ ദയാധനം സംബന്ധിച്ചുള്ള ഓഫർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്നാൽ മറുപടി ലഭിച്ചിട്ടില്ല. അതിന് ഇനിയും സമയമുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ അവരിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടായാൽ ഈ വധശിക്ഷ ഒഴിവാകും, മോചനവും സാധ്യമാകുമെന്നാണ് ഇക്കാര്യത്തിൽ സാമുവൽ ജെറോം അറിയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചർച്ചകൾക്കായുള്ള പണമാണ് നൽകിയത്. എന്നാൽ ഏതാണ്ട് $1 ബില്യൺ അമേരിക്കൻ അടക്കമുള്ള ഒരു ദയാധന പാക്കേജാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനത്തിനായുള്ള ശ്രമങ്ങൾ തുടരും എന്നുമാണ് സാമുവൽ ജെറോം വ്യക്തമാക്കുന്നത്. SKN. താങ്ക് യു ബൽറാം നെടുങ്ങാടി.